രണ്ട് മുന്നണിയോടും ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ആര് ജയിച്ചു പോയാലും അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാ വിളിക്കാനാണ് പോകുന്നത്. ആ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോളൂ. അതിന് വ്യക്തമായ മറുപടിയാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ ഉത്തരം ഞാൻ അതുകൊണ്ടല്ലയോ ഈ കൊല്ലംകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കണി കാണാൻ സാധിക്കാത്ത MLA എന്ന്. കണി കാണാൻ സാധിക്കാത്ത MPയെ സൃഷ്ടിക്കാനാണോ നിങ്ങളുടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഈ മുകേഷിനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ച് നിങ്ങൾ പ്രചരണം നടത്തിയില്ലേ? എന്നിട്ട് ഈ കൊല്ലം ജനത എന്തുകൊണ്ടാണ് 1800 കോടി രൂപയുടെ വികസനമാണ് 100 കോടി കോടിയുടെ വികസനം 100 കോടി കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 5 സെന്റ് വസ്തു വീടുണ്ട്, അത് അരുൺബാബുവിന്റെ പേരിൽ എഴുതി കൊടുക്കാം. 100 കോടിയുടെ വികസനം മുകേഷ് നടത്തിയ 100 കോടിയുടെ വികസനം 1476 കോടി രൂപ. ഈ കോടിക്കൊന്നും ഒരു വിലയില്ലാതെ എഴുതി നിങ്ങൾ പറഞ്ഞല്ലോ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിങ്ങൾ നവീകരിച്ചു 50 കോടി. എവിടെ ആശുപത്രി നിങ്ങൾ നവീകരിച്ചു? ഒരു അവിയൽ പരുവത്തിൽ പോവാണ്. നിങ്ങൾ പറയുന്നതൊന്നും ഇത് പ്രേക്ഷകരിലേക്ക് എത്തണം, അതുപോലെ വോട്ടർമാരിലേക്ക്. ചേട്ടാ ഒന്ന് അവിടെ ഇരുന്നേ പ്ലീസ്, ബഹളം വെക്കാതെ. അപ്പോ ഒരു മിനിറ്റ്, ആ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് നോക്കണം. ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇദ്ദേഹത്തിന് എന്റെ ഉത്തരം മനസ്സിലായില്ല. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു സംശയവും വേണ്ട, വളരെ കൃത്യമാണ്. ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന മുഴുവൻ UDF MPമാരും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന CPM ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്.